റിയൽ ലൈഫ് ഇൻസിഡൻസ് തന്നെയാണ് ഇതിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത്. നമ്മൾ യഥാർത്ഥ ജീവിതത്തിൽ നടന്നിട്ടുള്ള അത് ക്രൈം ആണെങ്കിലും ഹരി പോലെ ഒരാളുണ്ട് എന്നാണോ? ഹരി പോലെ ഒരാളുണ്ട്, ഒരാളല്ല പല ആൾക്കാരുടെയും ഒരു കൾമിനേഷൻ ആയിരിക്കാം ഹരിശങ്കറിന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത്. ഒരു അഭിനേതാവ് എന്ന നിലയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു റോളാണ് ചെയ്തിരിക്കുന്നത്. അത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പ്രേക്ഷകർ അത് പറയണം, ഞാനല്ല പറയേണ്ടത്. നായകന്മാർ പോലീസ് വേഷങ്ങൾ ചെയ്യുമ്പോൾ പലപ്പോഴും മന്ത്രിക്കെതിരെ ചാട്ടുള്ളി പോലത്തെ ഡയലോഗ് പറഞ്ഞാൽ പ്രേക്ഷകർ കൈയടിക്കും. അത് കഴിഞ്ഞിട്ട് പോലീസ് ഓഫീസർ വില്ലന്മാരായിട്ട് വരുമ്പോൾ ഹീറോ പോലീസ് ഓഫീസറിന്റെ അടുത്ത് നീ എന്ത് നടത്താന്ന് വിചാരിച്ചാ കാക്കി ഇട്ടോണ്ട് എന്ത് അതിന് കൈയടി. അതെല്ലാം കഴിഞ്ഞ് കാലം മാറി. തലവനിലെ ആസിഫിനെ അല്ല, രേഖാചിത്രത്തിലെ ആസിഫിനെ കാണാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ നായാട്ടിലെ എന്നെ അല്ല, ഓഫീസറിലെ പോലീസ് ഓഫീസറായിട്ട് എന്നെ കാണാനായിട്ട് സാധിക്കും. അപ്പൊ ആ രീതിയിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് നമ്മൾ ശ്രമിക്കാറുണ്ട്. നല്ലവനായിട്ട് ചെയ്തു, പക്ഷെ പരമ കുറവായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യം. അപ്പൊ ഏതിലും നമ്മൾ ആ റോളിന് നീതി പുലർത്തുക എന്നുള്ളതാണ് നമ്മുടെ അതിനു വേണ്ടിയുള്ള എഫേർട്സ് എടുക്കുക. മഹേഷിന്റെ മമ്മൂക്ക, ലാലേട്ടൻ, ഭഗത്, ഞാൻ പടത്തിലോട്ട് കയറും. പക്ഷെ അതിൽ എനിക്ക് ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ മലയാള സിനിമയിൽ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിൽ അല്ലെങ്കിൽ ലോക സിനിമയിൽ തന്നെ ഏറ്റവും മികച്ച അഭിനേതാക്കളുടെ കൂടെ ഒരുമിച്ച് സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്നുള്ളൊരു ഭാഗ്യമാണ്. ഇപ്പോൾ ഈ മലയാള സിനിമയിൽ എല്ലാത്തരം സിനിമകളും വരുന്നുണ്ട്. നമ്മൾ വെറുതെ ജോൺറ വൈസ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാത്തരം സിനിമകളും വരുന്നുണ്ടല്ലോ. ഇപ്പോൾ നേരത്തെ പറഞ്ഞത് ഫാലിമി കണ്ടിട്ട് വിളിച്ചു, റോഷാക്ക് കണ്ടു വിളിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റ് സിനിമകൾ കൂടി കണ്ടിട്ട് എനിക്ക് കുറച്ചുകൂടി എക്സൈറ്റിങ് സിനിമകൾ ചെയ്യണം എന്ന തോന്നലിലേക്ക് കൂടി സ്വാഭാവികമായിട്ട് എല്ലാ ആക്ടേഴ്സും എത്തുമല്ലേ. ഇപ്പോൾ എല്ലാവരോട് പറയുമ്പോഴും നേരത്തെക്കാൾ കൂടുതൽ ആളുകൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതുകൂടി ഉണ്ടല്ലോ. നമ്മളൊരു എന്താ ഒരു അവരവരോട് തന്നെ ഒരു മത്സര ബുദ്ധി, അല്ലെങ്കിൽ നമ്മളോട് തന്നെ കുറച്ചുകൂടി ചാലഞ്ച് ഏറ്റെടുക്കണം തോന്നുന്ന രീതിയിലേക്കാണ്. ഉറപ്പായിട്ടും everyone is trying to be a better version of themselves the next day. അടുത്ത ദിവസം തലേ ദിവസം നിങ്ങൾ എന്തായിരുന്നു അതിനേക്കാൾ ഒരു ബെറ്റർ വേർഷൻ ആയിട്ടുള്ള ഒരു ശ്രമം എല്ലാവരുടെ ഭാഗത്തും നടക്കുന്നുണ്ട്. അത് നമുക്ക് ആ ഔട്ട്പുട്ടുകളിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ടെക്നിക്കൽ വൈസ് ആണെങ്കിൽ പോലും ഏറ്റവും എന്തുകൊണ്ട് ഹിന്ദി സിനിമയിലേക്ക് നമ്മുടെ ടെക്നീഷ്യൻസിന് ആൾക്കാരെ പറിച്ചുകൊണ്ട് പോകുന്നു. മിനിമം ടൈമിൽ മാക്സിമം ക്വാളിറ്റി അല്ലെങ്കിൽ എക്സൈറ്റിംഗ് ക്വാളിറ്റി നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നതുകൊണ്ടാണ്. ഇത്രയും മിനിമൽ ബഡ്ജറ്റിൽ നിന്നുകൊണ്ട് ഇത്രയും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ബാക്കിയുള്ള ഭാഷക്കാർക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കൈൻഡ് ഓഫ് തീമുകൾ നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്, കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും ക്വാളിറ്റിക്ക് വേണ്ടി ഒരു കോംപ്രമൈസും ചെയ്യാത്ത ഒരു ജനറേഷൻ ഓഫ് ഫിലിം മേക്കേഴ്സും ആക്ടേഴ്സും ഉള്ളതിൻ്റെ പ്ലസ് തന്നെയാണത്. അപ്പോൾ ഓഫീസിലൂടെ അത് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ട്. ചാക്കോച്ചൻ്റെ ലൈൻ ഫോളോ ചെയ്യുന്നൊന്നും പറയണ്ട, സമാന്തരമായിട്ട് തന്നെ ഞാനും ആലോചിക്കുന്ന കാര്യം, ചാക്കോച്ചന് പടങ്ങളുടെ എണ്ണം കുറഞ്ഞിട്ടില്ല. ചാക്കോച്ചൻ ഇന്നും നല്ല സംവിധാനം അങ്ങോട്ട് വിളിച്ച് നമുക്ക് ചെയ്യണ്ടേ ചോദിക്കുന്നുണ്ട്, ഞാനും ചോദിക്കുന്നുണ്ട്. അപ്പൊ അവര് ചോദിക്കും പടങ്ങളില്ലേ, ഞാൻ പടങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് ചെയ്യണ്ടേ, നമ്മുടെ പടങ്ങളില്ല. അതെ, നമ്മുടെ പടങ്ങളില്ല, ചെയ്യാം. നമ്മുടെ ഒരു സീനിയോറിറ്റി ഒക്കെ വെച്ചിട്ട് എല്ലാവരും ചെയ്യാൻ ചേട്ടാ, തീർച്ചയായിട്ടും ചെയ്യാം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറയും വെയിറ്റ് ചെയ്യാം, കുഴപ്പമില്ല. നമ്മളൊരു ടിക്കറ്റ് റിസർവ് ചെയ്യുന്ന പോലെ റിസർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നല്ല സംവിധായകരുടെ ചിത്രങ്ങളിൽ വരിക, നല്ല റൈറ്റേഴ്സിന്റെ പടങ്ങളിൽ വരിക, ഇതൊക്കെ നമ്മുടെ ആഗ്രഹമാണ്. അല്ലാതെ എണ്ണം തികയ്ക്കുക എന്നുള്ളത് നമ്മുടെ ഒരു സ്വപ്നമല്ല. അത് ചാക്കോച്ചൻ്റെ അല്ല, അത് വെയിറ്റിംഗ് ആണ്. ഇപ്പം അടുത്ത കഥ വെറൈറ്റി ഉള്ള ഏത് കഥയായിട്ട് വന്നാലാണ് പ്രേക്ഷകർക്ക് മാക്സിമം എൻ്റർടൈൻ ചെയ്യാൻ കഴിയുക, നമ്മളിലെ ആക്ടറിന് കൂടുതൽ തൃപ്തി കൊടുക്കാൻ കഴിയുക. ആ ഒരു അന്വേഷണം നമ്മൾ നിരന്തരം നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ അതിൽ ചേർത്ത് വയ്ക്കാം, ഈ സെലക്റ്റീവ് ആവുക എന്നുള്ളത് ഇപ്പം എല്ലാവരും സംബന്ധിച്ചുള്ള ഒരു ആപേക്ഷികമായിട്ടുള്ള സാധനമാണല്ലോ സെലക്റ്റീവ്. പക്ഷെ ഇപ്പം എല്ലാവരും ഒരുപാട് കഥകൾ കേട്ട് ഒരുപാട് ഓപ്ഷൻ. ഇപ്പം ഞാൻ പറഞ്ഞത് നേരത്തെ ആണെങ്കിൽ ക്യാരക്ടർ റോൾ ചെയ്യുന്ന സമയത്ത് ആളുകൾ അങ്ങനെ സെലക്റ്റീവ് ആണെന്ന് നിർബന്ധം പിടിക്കില്ല. കാരണം വെച്ചാൽ സക്സസ് റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളൊരു സാധനമാണ് ഇത്. പക്ഷേ എല്ലാത്തരം റോളുകൾ ചെയ്യുന്നവരും ഒരേ ആവേശത്തോടെ ഒരേ താല്പര്യത്തോടെ എൻ്റെ അടുത്ത സിനിമയായിരിക്കണം ഒരു ബെഞ്ച് മാർക്ക് എന്നുള്ളത്. അതായത് ഈ റിലീസ് ചെയ്യുന്ന ഓരോ സിനിമകളിലും അങ്ങനെ ഒരു ഡിമാൻഡ് അല്ലെങ്കിൽ അങ്ങനെ ഒരു താല്പര്യം ആക്ടേഴ്സ് കൂടുതലായി പുലർത്തുന്നതായിട്ട് ജഗദീഷേട്ടന് തോന്നുന്നുണ്ട് സമീപം? അല്ല, അതിൽ ഹീറോസിനാണ് ഏറ്റവും വലിയ ചാലഞ്ച്. ഞാൻ പറയാം, ചാക്കോച്ചന് അടുത്ത പടം ചാക്കോച്ചന് നന്നായിട്ട് ചെയ്യാൻ കഴിയണം, പടം വിജയിക്കുക എന്ന് പറഞ്ഞാൽ പ്രേക്ഷകർ കൂടുതൽ കാണുക, അപ്രീഷിയേറ്റ് ചെയ്യുക എന്നുള്ളത്. ഒരു സപ്പോർട്ടിങ് ആക്ടറെ സംബന്ധിച്ചിടത്തോളം ആ പടം ഒരുപക്ഷെ പരാജയപ്പെട്ടിരുന്നാലും നന്നായി എന്ന പേര് കിട്ടിയിരുന്നാൽ ഇയാൾക്ക് രക്ഷപ്പെടാം. ഹീറോയ്ക്ക് ആ ചിത്രം മോശമായി കഴിഞ്ഞാൽ അതൊരു വലിയ ഒരു അടുത്ത ചിത്രത്തിലേക്ക് പോകുമ്പോഴുള്ള ഒരു ആ സമയമുണ്ടല്ലോ, വല്ലാത്ത സമയമാണ്. കാരണം ഇത്രയും എഫേർട്സ് എടുത്തിട്ടും എവിടെയാണ് പാളിപ്പോയത്.
എന്നുള്ളൊരു കാര്യം. കാരണം ക്രെഡിറ്റും കൂടുതൽ ഹീറോയ്ക്കാണ് കിട്ടുന്നത്, അതേപോലെ തന്നെ പരാജയത്തിൻ്റെ ഉത്തരവാദിത്വം ഹീറോയിലാണ് കൂടുതൽ പോകുന്നത്. ഒറ്റ തലയിലേക്ക് പോവാണ്. അതെ, അതൊരു വലിയ ടെൻഷനാണ്. കാരണം വെച്ചാൽ നമ്മൾ ചെയ്യാത്ത തെറ്റിന് നമ്മൾ ശിക്ഷ അനുഭവിക്കേണ്ടി വരിക. നമ്മൾ മോശപ്പെട്ട സെലക്ഷൻ ആണെങ്കിൽ ഓക്കെ, നമ്മളെല്ലാം വിശ്വസിച്ച് നമ്മൾ നന്നായിട്ട് തന്നെ ഏതെങ്കിലും ഒരു ചിത്രത്തിൽ മോശപ്പെട്ട ചിത്രം എന്ന് പറഞ്ഞാൽ ആരും അഭിനയിക്കില്ല. അപ്പോൾ സപ്പോർട്ടിങ് ആക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ അതിൽ പോലും അങ്ങനെ ഒരു മോശപ്പെട്ട ചിത്രം ആണെങ്കിൽ ചൂസ് ചെയ്യാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കും. പിന്നെ എന്ത് ചെയ്യും, ചില സമയത്ത് നമ്മൾ വലിയ പ്രതീക്ഷയോടെ ചെയ്യുമ്പോൾ എല്ലാം കൂടെ ഒത്തുവന്നാലേ പടം നന്നാവുള്ളൂ. നമ്മൾ നന്നായിട്ടോ അങ്ങനെ കാര്യമില്ല, എല്ലാ ഘടകങ്ങളും കൂടെ വന്നാലേ നന്നാവുള്ളൂ. നേരത്തെ പറഞ്ഞു നമ്മൾ ഷാഹി കബീറുണ്ട്, ഷാഹിയുടെ ജോസഫ് മുതൽ ഓഫീസർ വരെയുള്ള സിനിമകൾ നോക്കിക്കഴിഞ്ഞാൽ ഷാഹി പോലീസ് ഓഫീസർ ഇതിൽ നിന്ന് ബ്രേക്ക് എടുത്ത സിനിമ തിരക്കഥാകൃത്തായിട്ട് വന്ന് നാഷണൽ അവാർഡ് വരെ വാങ്ങിച്ചെടുത്ത ആളാണ്. അപ്പോൾ ഷാഹിയുടെ സിനിമയിലെല്ലാം ഒരു പോലീസ് ഓഫീസർ ഉണ്ടാവും, അന്വേഷണ പശ്ചാത്തലം ഉണ്ടാവും. സമാന്തരമായിട്ട് തന്നെ അദ്ദേഹം എത്ര നിസ്സാരമാണ് ജീവിതത്തിൽ പ്രശ്നങ്ങൾ നേരിടുന്നത്, മനുഷ്യർ എന്നുള്ള രീതിയിൽ ഉള്ള ആന്തരിക സംഘർഷമൊക്കെ മുമ്പ് പോകാറുണ്ട്. ചാക്കോച്ചൻ എങ്ങനെയാണ് നേരത്തെ നായാട്ടോട് ചെയ്തുകൊണ്ടാണ് ഷാഹിയുടെ അല്ലെങ്കിൽ ഇവരുടെ ഈ മാർട്ടിൻ പാക്കാട് ഇവർ മുമ്പ് ചെയ്ത സിനിമകളിൽ നിന്ന് ഏത് രീതിയിലാണ് ഓഫീസർ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത്? ഓഫീസറിൽ ഈ പോലീസുകാരുടെ മാനസിക സംഘർഷങ്ങളും അവരുടെ ജോലി സ്ഥലത്തുള്ള വിഷയങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെയാണ് ഉള്ളത്. പക്ഷെ അത് കുറച്ചും കൂടെ ഫാസ്റ്റ് പേസ്ഡ് ആയിട്ട്, കുറച്ചുകൂടി ഇൻറ്റൻസ് ആയിട്ട് ഒരു ഇൻറ്റൻസ് ആയിട്ട് നമ്മൾ പ്രസൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. റിയൽ ലൈഫ് ഇൻസിഡൻസ് തന്നെയാണ് ഇതിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത്. നമ്മൾ യഥാർത്ഥ ജീവിതത്തിൽ നടന്നിട്ടുള്ള, അത് ക്രൈം ആണെങ്കിലും. ഹരി പോലെ ഒരാളുണ്ട് എന്നാണോ? ഹരി പോലെ ഒരാളുണ്ട്, ഒരാളല്ല, പല ആൾക്കാരുടെയും ഒരു കൾമിനേഷൻ ആയിരിക്കാം ഹരിശങ്കറിൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത്. പിന്നെ ഇയാൾ അന്വേഷണത്തിന് പോകുന്ന കാര്യങ്ങളെല്ലാം റിയൽ ലൈഫിൽ നടന്നിട്ടുള്ള കാര്യങ്ങളാണ്. അത് പിന്നെ ഇതിലുള്ള ബാക്കി ഇപ്പോൾ നമ്മൾ ഒരാൾ കംപ്ലീറ്റ് പോസിറ്റീവ്, ഒരാൾ കംപ്ലീറ്റ് നെഗറ്റീവ് എന്ന രീതിയിൽ നമുക്ക് ഇതിൽ പ്ലേസ് ചെയ്യാൻ പറ്റില്ല. രണ്ട്, ഇപ്പോൾ പ്രോട്ടഗോണിസ്റ്റ് ആണെങ്കിലും ആന്റഗോണിസ്റ്റ് ആണെങ്കിലും ഞാൻ കണ്ടൊരു സീനിലൊക്കെ ചാക്കോച്ചനോട് വേണം പെട്ടെന്ന് നമുക്ക് ദേഷ്യം. അപ്പോൾ അത് ഇയാൾ 100% കറക്റ്റ് ആണ് അല്ലെങ്കിൽ മറ്റേ ആൾ 100% തെറ്റാണ് എന്ന രീതിയിൽ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് വിഭജിക്കാൻ പറ്റില്ല. എല്ലാവരിലും തെറ്റും ശരിയുമുണ്ട്, സാധാരണ മനുഷ്യരാണ് എന്നുള്ള എൻ്റെ ഒരു വേറൊരു രീതിയിലുള്ള ഒരു ലെയറിങ്ങും കാര്യങ്ങളും എല്ലാം നമ്മൾ ഈ സിനിമയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നായാട്ടിന് ശേഷം മാട്ടും പ്രക്കാട്ടും ഷാഹിയും കൂടെ ഒരുമിക്കുമ്പോൾ, അതിൽ ജിത്തുവും കൂടെ വരുമ്പോൾ അല്ലെങ്കിൽ റോബിയും കൂടെ വരുമ്പോൾ, ഇവരെല്ലാവരും പോലീസ് സിനിമകൾ ചെയ്ത് പരിചിതമായിട്ടുള്ള ആൾക്കാരും കൂടെ ആകുമ്പോൾ തീർച്ചയായിട്ടും ഇതെങ്ങനെ പ്രസന്റ് ചെയ്യണം അക്കാഡമി ആ രീതിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷേ ഒരു ചുമ്മാ ഒരു പോലീസ് പടം എന്നതിനപ്പുറം പല കാര്യങ്ങളും ഈ സിനിമയിലുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അത് സമൂഹത്തിനോടുള്ള ഒരു കാര്യമാണെങ്കിലും റെസ്പോൺസിബിലിറ്റി ആണെങ്കിലും അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് വാല്യൂവിൻ്റെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും ആ രീതിയിലെല്ലാം അങ്ങനത്തെ ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു ക്യാരക്ടറുമാണ് സിനിമയുമാണ് എന്നാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടിയെ പറ്റി എനിക്ക് പേഴ്സണലി പറയാനുള്ളത്. ഒരു കാര്യമുള്ളത് ജഗദീഷേട്ടനോട് ചോദിക്കാറുണ്ട്. ജഗദീഷേട്ടൻ വളരെ സ്പെസിഫിക് ആയി പറഞ്ഞത് ചാക്കോച്ചൻ ഇതുവരെ ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല പെർഫോമൻസിൽ അങ്ങനെ ഒരു ബെഞ്ച് മാർക്കാണ് എന്ന് പറഞ്ഞല്ലോ. തീർച്ചയായിട്ടും അതിൽ ഞാൻ എന്താ പറയുക, കൂടെ അഭിനയിക്കുന്ന ഒരു അഭിനേതാവ് എന്ന നിലയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു റോളാണ് ചെയ്തിരിക്കുന്നത്. അത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പ്രേക്ഷകർ അത് പറയണം, ഞാനല്ല പറയേണ്ടത്, പ്രേക്ഷകർ അത് പറയണം. അത് എഫേർട്സ് എടുത്തിട്ടുണ്ട്. അതാണ് ചാക്കോച്ചൻ പറഞ്ഞാണ് കറക്റ്റ്. എഫേർട്സ് എടുക്കുന്നത് നമുക്കറിയാം. അതിനുവേണ്ടിയുള്ള കാരണം വെച്ചെന്നാൽ ഒരു ഇൻസ്റ്റൻസ് പറയാം. കാരണം വെച്ചാൽ ചാക്കോച്ചൻ ഇപ്പോൾ വേർത്തുകൊണ്ടിരിക്കാൻ നേരത്തോ അല്ലെങ്കിൽ മുടി ഇങ്ങനെ മാറി കിടക്കാൻ നേരത്തോ കാര്യങ്ങളൊക്കെ ഒരു ഇമോഷണൽ സീൻ അഭിനയിച്ചുകൊണ്ടിരിക്കാൻ നേരത്ത് മേക്കപ്പ് മാൻ വന്നിട്ട് ഈ മുടിയുടെ കാര്യം ഇങ്ങനെ പറയാൻ നേരത്ത് ചാക്കോച്ചൻ അത് ശ്രദ്ധിക്കാതെ ഓക്കെ എന്ന് പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം അവിടെ ആ കണ്ണാടി നോക്കേണ്ട കാര്യമില്ല, ഈ ഇമോഷണലി ഞാൻ ഹോൾഡ് ചെയ്യുകയാണ്, അപ്പോൾ അതൊക്കെ ഇങ്ങനെ ആയിരുന്നാലും പ്രശ്നമല്ല എന്ന് പറയുന്ന, അല്ലെങ്കിൽ അതിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയിട്ട് നോക്കിയിട്ട് റെഡി അത് ഞാൻ ശ്രദ്ധിച്ചു. അപ്പം ഞാൻ ശ്രദ്ധിച്ചു ആ ഇമോഷനിൽ നിൽക്കാം, ഓക്കെ റെഡി സർ എന്ന് പറഞ്ഞിട്ട് ആ ഇമോഷനിൽ തന്നെ നിൽക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ആ ഇമോഷൻ നിൽക്കുന്ന, ഇപ്പോൾ പോലീസ് എന്ന് പറയുന്നത് തന്നെ റോൾ എന്ന് പറഞ്ഞാൽ മലയാള സിനിമ എടുത്തു നോക്കിക്കോളൂ. നായകന്മാർ പോലീസ് വേഷങ്ങൾ ചെയ്യുമ്പോൾ പലപ്പോഴും മന്ത്രിക്കെതിരെ ചാട്ടുള്ളി പോലത്തെ ഡയലോഗ് പറഞ്ഞാൽ പ്രേക്ഷകർ കൈയടിക്കും. അത് കഴിഞ്ഞിട്ട് പോലീസ് ഓഫീസർ വില്ലന്മാരായിട്ട് വരുമ്പോൾ ഹീറോ പോലീസ് ഓഫീസറിൻ്റെ അടുത്ത് നീ എന്ത് നടത്താന്ന് വിചാരിച്ചാൽ കാക്കി ഇട്ടോണ്ട് എന്ത് അതിന് കൈയടി. അതെല്ലാം കഴിഞ്ഞ് കാലം മാറി. ഈ സിനിമയിലെ വെല്ലുവിളി എന്ന് പറയുന്നത് ചാക്കോച്ചൻ ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും വെല്ലുവിളി എന്ന് പറയുന്നത് വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സോഷ്യൽ ഇഷ്യൂ ആണ് ഇതിനകത്ത് പിന്നിൽ ക്രൈമായിട്ട് വരുന്നത്. ഈ ക്രൈം എന്താണെന്ന് ഞാൻ പറയുന്നില്ല, ഈ ക്രൈം നമ്മളെല്ലാവരെയും ബാധിക്കുന്നതാണ്. അതിൽ നമ്മൾ അത് അവന് സംഭവിച്ചല്ലേ, നമുക്കെന്താ, നീ ചോറിട് എന്ന് പറയാൻ പറ്റില്ല.
അപ്പുറത്തെ വീട്ടിൽ നടന്നിട്ടുണ്ടെങ്കിൽ ഏത് നിമിഷവും നമ്മുടെ വീട്ടിൽ നടക്കാവുന്നുള്ള ഒരു സോഷ്യൽ ക്രൈം ഇതിനകത്തുണ്ട്. അതിനകത്ത് ഞാൻ ഒരു അച്ഛനാണ്. ഈ അച്ഛൻ സാധാരണ അച്ഛനിൽ നിന്ന് എങ്ങനെ വ്യത്യാസമാവുന്നു എന്നുള്ളത് അത് ആ പാത്ര സൃഷ്ടിയിലുണ്ട്. അത് പ്രേക്ഷകർക്ക് മനസ്സിലാവും. ചാക്കോച്ചൻ്റെ പോലീസ് ഓഫീസർ എങ്ങനെയാണ് ഡിഫറെൻ്റ് ആവുന്നെന്നുള്ളത് പടം കാണുമ്പോൾ മനസ്സിലാവും. ഡിഫറെൻ്റ് ആണ്. അയാൾ ഡ്യൂട്ടി അയാൾക്ക് ചെയ്യണം. ഡ്യൂട്ടി ചെയ്യണം. വീട്ടിൽ പോകുമ്പോൾ ഈ ഡ്യൂട്ടി മറന്ന് വീട്ടിൽ നിൽക്കാൻ പറ്റില്ല. വീട്ടിൽ ഇത് മറന്ന് നിൽക്കാൻ പറ്റില്ല. ഇനി ഓഫീസിൽ പോകുമ്പോൾ വീട്ടിലെ കാര്യങ്ങൾ മറന്ന് അവിടെ നിൽക്കാൻ പറ്റില്ല. ഇതൊരു വലിയ ഡിലമയാണ്. ഇത് സോൾവ് ചെയ്യാന്നുള്ള അതാണ് കോംപ്ലക്സ് ക്യാരക്ടർ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ആദ്യമേ ഞാൻ പറഞ്ഞില്ലേ പോലീസ് ഓഫീസർമാരുമായിട്ടുള്ള ബന്ധം. വീട്ടിൽ ഈ ഫോറൻസിക് പോസ്റ്റ്മോർട്ടം ചെയ്തതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാനായിട്ട് രമേടുത്ത് ഒരുപാട് പോലീസ് ഓഫീസേഴ്സ് വരുന്നു. അവരുടെ ഒരു പൊസിഷൻ എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു വെപ്പണും കൊണ്ട് ഈ വെപ്പണാകാമോ എന്ന് ചോദിച്ച് അവർ വരുന്നത് ചിലപ്പോൾ വൈകുന്നേരം 6 മണി 7 മണിക്ക്. അവിടെ വീട്ടിൽ കാത്തിരിക്കുന്ന മക്കളുണ്ടാവും. ഇത് കഴിഞ്ഞിട്ട് അപ്പോൾ പറയാണ് ഇത് ഈ വെപ്പണിൽ പോസിബിലിറ്റി ഇല്ല എന്ന് പറയാൻ നേരത്തെ നിരാശയോടെ പിന്നെ എന്താണ് ഈ ഒരു എന്ന് പറഞ്ഞിട്ട് ആലോചിച്ചിട്ട് പോകുന്നത് ചിലപ്പോൾ വീട്ടിലേക്കായിരിക്കില്ല. വീണ്ടും വെപ്പൺ ട്രേസ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ പോലീസ് ഓഫീസേഴ്സിൻ്റെയും പോലീസ് ഉദ്യോഗസ്ഥരുടെയും ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ ഇനി വേണ്ട, മോർച്ചറിയിൽ ഒരു ബോഡിയായിട്ട് വന്നു കഴിഞ്ഞിട്ട് ആ മോർച്ചറിയിൽ ഈ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത് കിട്ടുന്നത് വരെയുള്ള ആ പോലീസുകാരൻ അവിടെ നിൽക്കുകയാണ്. അത്ര സുഖകരമായിട്ടുള്ള അവസ്ഥയല്ല. നിലവിളി ഒരു സൈഡിൽ കാണാം, കൊല്ലപ്പെട്ട ആളുടെ ബന്ധുക്കളുടെ നിലവിളി കാണാം. ആ ഇമോഷൻസിൻ്റെ കൂടെ പോലീസുകാരൻ മനസ്സുകൊണ്ടായിരിക്കും, പക്ഷെ അയാൾ എഴുതുമ്പോൾ അയാൾക്ക് കരഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റുമോ? അപ്പോൾ ഈ പോലീസ് ഓഫീസേഴ്സ് ചുറ്റും ക്രൈമിൻ്റെ ആ വേൾഡിൽ കഴിയുമ്പോൾ ചിലപ്പോഴൊക്കെ ചില പോലീസ് ഓഫീസേഴ്സ് ക്ഷോഭിച്ച് സംസാരിക്കുമ്പോൾ അതിങ്ങനെ ക്ഷോഭിച്ച് സംസാരിക്കാൻ പാടില്ല, അല്ലെങ്കിൽ മോശപ്പെട്ട രീതിയിൽ സംസാരിക്കാൻ പാടില്ല. പക്ഷേ അവരെങ്ങനെ സംസാരിക്കുന്ന റഫായി പോകുന്ന ഒരു സാഹചര്യം നമ്മുടെ അടുത്തുണ്ട്. നമ്മുടെ ചുറ്റും ക്രൈമാണ്. ഇംഗ്ലണ്ടിലെ പോലീസുകാരെ എല്ലാവരും പ്രകീർത്തിച്ച് പറയുന്നു. അറസ്റ്റ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഗുഡ് മോർണിംഗ് സർ അറസ്റ്റ് യു എന്ന് പറയുന്നത് കേരളത്തിൽ കമ്പയർ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട സാധനമാണ്. കേരളത്തിൽ അത് പറ്റില്ല. കേരളത്തിൽ ചുറ്റും ക്രൈമാണ്. എല്ലാവരും ട്രാഫിക് എങ്ങനെ വയലേറ്റ് ചെയ്യാൻ നോക്കിയിരിക്കുകയാണ്. ആ മഞ്ഞ കണ്ടിട്ട് ആ ഒരു പച്ച ആവുന്നതിന് മുമ്പ് വണ്ടി എടുക്കാമെന്നാണ് ആലോചിക്കുന്നത്. പിന്നെ എങ്ങനെ ട്രാഫിക് കോൺസ്റ്റബിളിന് ദേഷ്യം വരാതിരിക്കും? ആ ഒരു സ്റ്റെപ്പിൽ ആ ഡിസിഷൻ എല്ലാവരും, ഞാൻ ഉൾപ്പെടെയാണ് പറയുന്നത്, നമ്മൾ അതിൽ നിന്നെല്ലാം മാറണം. ഈ ക്രൈം എന്ന് പറയുന്നത് ഫുട്പാത്തിലൂടെ പിന്നെ വേറെ വണ്ടി കയറ്റി പോവുക. ഇവിടെ ഇത്രയും റോഡ് കിടക്കുമ്പം അതിനകത്ത് 2 മിനിറ്റ് സേവ് ചെയ്യാൻ വേണ്ടി ഈ ഫുട്പാത്തിലൂടെ വണ്ടി എടുത്തോണ്ട് 2 മിനിറ്റ് നേരത്തെ പോകാൻ നേരത്തെ ഒരാളുടെ ജീവൻ എന്ത് സംഭവിക്കുന്നു എന്ന് നമ്മൾ ആരും ചിന്തിക്കുന്നില്ല. അപ്പോൾ ക്രൈമിൻ്റെ ഒരു വേൾഡിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ക്രൈമിൻ്റെ വേൾഡിൽ ജീവിക്കാൻ നേരത്തെ ഒരു പോലീസ് ഓഫീസർ, ഓരോ പോലീസ് ഓഫീസറും ചില പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ചിലർ ഒരു മൈനോറിറ്റി വളരെ റൂഡായിട്ട് മോശമായിട്ട് തെറ്റായിട്ടുള്ള രീതിയിൽ ഊഹിച്ച് അവരുടെ കാൽക്കുലേഷൻ തെറ്റിച്ച് നിരപരാധികളെ ക്രൂരമായി മർദ്ദിക്കുന്ന ഒരു സെക്ഷൻ പോലീസ് ഓഫീസേഴ്സ് ഉണ്ട്. അത് ജനറലൈസ് ചെയ്യാൻ പാടില്ല. ജനറലി പറഞ്ഞാൽ പോലീസുകാരും മനുഷ്യരാണ്. അവരെയും ഒരു കേസ് ചെയ്യുമ്പം ഇതിലെ ഹരിശങ്കറിനെ പോലെ ഫാമിലി ഉള്ളവരാ. ഹരിശങ്കറിന് നേരിടേണ്ടി വന്നിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ നേരിടേണ്ടി വന്നിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഈ കേരളത്തിലുണ്ട്. അവർക്കുള്ള ഒരു ഡെഡിക്കേഷൻ കൂടിയാണ് ഈ സിനിമ. അവരുടെ ലൈഫിൽ അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇത് നമ്മൾ ആരും കാണുന്നില്ല. നമ്മൾ പോലീസ് പറഞ്ഞാൽ കാക്കിയോട് നമുക്ക് കുഞ്ഞുനാൾ മുതൽ തന്നെ കാക്കിയോട് ഒരു ദേഷ്യത്തിലാണ് നമ്മളിവിടെ വളരുന്നത്, സ്റ്റുഡൻറ് ലൈഫിൽ തന്നെ. അപ്പം അവരുടെ ജീവിതം, എൻ്റെ അച്ഛൻ ഒരു പോലീസ് ഓഫീസറാണെങ്കിൽ ഒരുപക്ഷെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. വീട്ടിൽ വന്നിട്ട് നീ പഠിച്ചോടാ എന്ന് ചോദിച്ചിട്ട് അപ്പോഴും കേസിൻ്റെ കാര്യം ഏത് നിമിഷവും ഫോൺ വരാം. ഒരു 8 മണിക്കൂർ ഡ്യൂട്ടി എന്നൊക്കെയുള്ള ഇപ്പോൾ പോലും ഇംപ്ലിമെൻ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അപ്പം അവർക്കും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ജനറലൈസ് ചെയ്യാൻ പാടില്ല. ആ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ കേസ് കൈകാര്യം ചെയ്യുമ്പോൾ ഉള്ള ഒരു ആഗനി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇത് ആഗനി എന്നൊക്കെ പറയുമ്പോൾ ഈ വിഷമം അവതരിപ്പിക്കുമ്പോൾ ഇത് ഗ്രിപ്പിംഗ് ആയിട്ട് അവതരിപ്പിക്കുക എന്നുള്ളതാണ്. ഒരു സിനിമ എന്ന നിലയിൽ ഈ ആഗനി അവതരിപ്പിച്ചുകൊണ്ടിരുന്ന പ്രേക്ഷകൻ അത്രയും ഹാപ്പി ആവില്ല. അപ്പോൾ അതിൽ കഥ കൊണ്ടുവരണം. അതാണ് ഷായി കപൂർ കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു കഥ ഫാസ്റ്റ് പേസ്ഡ് ആയിട്ടുള്ള ഒരു കഥ കൊണ്ടുവന്നിട്ടുണ്ട്. ആ കഥയ്ക്ക് പല ലേയേഴ്സ് ഉണ്ട്. സസ്പെൻസ് ഉണ്ട്, കുറച്ച് ഫ്ലാഷ് ബാക്കുകളുണ്ട്. അപ്പോൾ ആണ് അതിങ്ങനെയാണ്, ഇതിങ്ങനെയാണോ, ഇതാണ് ഇയാളുടെ പ്രശ്നം, ഇതാണോ അയാളുടെ പ്രശ്നം എന്ന് മനസ്സിലാക്കുന്ന കുറേ ലേയേഴ്സ് ഉണ്ട്. അതൊക്കെ കൂടെ ചേർത്ത് ഒരു എൻ്റർടൈൻമെൻറ്റ് ഫോർമാറ്റിൽ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയോട് കൂടിയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ ചാക്കോച്ചൻ്റെ ഒരു കാര്യം പറയാനുണ്ട്. നേരത്തെ എല്ലാം ഒരു ആക്ടർ വരുന്നു, കരിയർ തുടങ്ങുന്നു, പിന്നെ എപ്പോഴും ഒരു മാധ്യമ നിർമ്മിതമാവാം അല്ലെങ്കിൽ സിനിമയിലായിരിക്കാം. ഈ ആക്ടർ എപ്പോഴാണ് കാക്കിയിടുന്നത്? കാരണം നമ്മൾ എനിക്ക് തോന്നുന്നത് നേരത്തെ ഉള്ള പല സ്റ്റാർട്ടത്തിലുള്ള സാധനത്തിൽ കാക്കിയിട്ട് ഓഫീസർ
ഈ നേരത്തെ പറഞ്ഞ പോലെ വാജയ കസർത്ത് നടത്തിയിട്ടുള്ള ഒരു സൂപ്പർ കോപ്പ് മാസ് കോപ്പ് ഇതിലാണല്ലോ. ഇപ്പം ഈ നായാട്ടടക്കമുള്ള ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി മാനുഷികാംശമുള്ള റിയലിസ്റ്റിക് ആയിട്ടുള്ള ഓഫീസേഴ്സിൻ്റെ ക്യാരക്ടേഴ്സിലേക്കാണ് ചാക്കോച്ചനും പ്രിഫർ ചെയ്തിട്ടുള്ളത്. ഏതെങ്കിലും ഘട്ടത്തിൽ അങ്ങനെ ഒരു മാസി പോലീസ് റോൾ എന്നൊക്കെ ഉള്ളത് മുമ്പോ ഒക്കെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു? അങ്ങനെ ഉറപ്പായിട്ടും അങ്ങനത്തെ ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടവും ഒരു പ്രായവും ഒക്കെ ആ സമയത്തുണ്ടായിരുന്നു. നമ്മൾ ഞാൻ ഈ ഇടയ്ക്ക് ആസിഫുമായിട്ട് സംസാരിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, നമ്മളെയൊക്കെ വെച്ച് പോലീസ് വേഷങ്ങൾ ചെയ്യുമോ എന്നുള്ളൊരു സമയത്ത് ഞങ്ങൾ സംശയിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ സംഭവിക്കുന്നുള്ളത്. ഇപ്പോൾ അങ്ങനത്തെ റോളുകൾ ധാരാളം വരുമ്പോൾ അത് നമ്മൾ ഭയങ്കരമായിട്ട് എക്സൈറ്റ് ചെയ്യിക്കുന്നുണ്ട്. പക്ഷെ അതിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതികളിൽ ഏതൊക്കെ കഥാപാത്രങ്ങൾ, ആ പോലീസ് കഥാപാത്രങ്ങൾ എങ്ങനെയൊക്കെ ഡിഫറെൻ്റ് ആണ്, അല്ലെങ്കിൽ ആ സിനിമകൾ എങ്ങനെയൊക്കെ ഡിഫറെൻ്റ് ആണ്, ആ രീതിയിലുള്ള സിനിമകൾ ചെയ്യാം, അല്ലെങ്കിൽ ആ രീതിയിലുള്ള പോലീസ് കഥാപാത്രങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നു. ഇപ്പം തലവനിലെ ആസിഫിനെ അല്ല രേഖാചിത്രത്തിലെ ആസിഫിനെ കാണാനായിട്ട് സാധിക്കുന്നു, അല്ലെങ്കിൽ നായാട്ടിലെ എന്നെ അല്ല ഓഫീസറിലെ പോലീസ് ഓഫീസറായിട്ട് എന്നെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ആ രീതിയിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് നമ്മൾ ശ്രമിക്കാറുണ്ട്. ഇതിൽ ഈ പറയുന്ന പോലെ ഒരു മാച്ചോ ഇമേജ് എന്നതിനപ്പുറം കുറച്ചും കൂടെ സോളുള്ള, അല്ലെങ്കിൽ കുറച്ചും കൂടെ പവർ എന്നത് ഫിസിക്കൽ പവറിനേക്കാൾ ഉപരി അത് ഏറ്റവും പവർഫുള്ളായിട്ട് ആൾക്കാരിലേക്ക് എങ്ങനെ നമുക്ക് എത്തിക്കാനായിട്ട് സാധിക്കും, ആ രീതിയിലുള്ള പോലീസ് കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ സിനിമകളാണ് എന്നെപ്പോലുള്ള ആൾക്കാർ യൂസ് ചെയ്യുന്ന ശ്രമം. ഇമോഷണലി നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അല്ലാതെ വെറുതെ വന്ന് ഒരു 10-25 പേരെ ഇടിച്ചു തെറിപ്പിച്ച് എയറിൽ നിർത്തി നല്ല BGM ഇട്ട് നടന്നു പോവുക എന്നതിനേക്കാൾ അപ്പുറം ആ BGMിലൂടെ അല്ലെങ്കിൽ അയാൾ ചെയ്യുന്ന പ്രവർത്തികളിലൂടെ എത്ര കാലങ്ങളോളം ആൾക്കാരുടെ മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ നേടാനായിട്ട് സാധിക്കും എന്നുള്ളൊരു ശ്രമമാണുള്ളത്. അത് നല്ല പോലീസ് കഥാപാത്രങ്ങളോട്, വ്യത്യസ്തമായ പോലീസ് കഥാപാത്രങ്ങളോടെയും സിനിമകളിലൂടെയും ചെയ്യാനായിട്ടുള്ള ശ്രമങ്ങളുണ്ട്. യതീഷേട്ടനോട് ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഈ ഗ്രേ ഷെയ്ഡ് ക്യാരക്ടർ ചെയ്യുമ്പോഴും, ഗ്രേ ഷെയ്ഡ് ക്യാരക്ടർ ചെയ്തു തുടങ്ങുമ്പോഴും അവിടെ ആളുകളൊരു അതിർത്തി വരയ്ക്കും, ഇത്രയൊക്കെ ചെയ്യാം, ഇത്രയൊക്കെ ക്രൂരനാവാം എന്നുള്ളത്. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ തങ്കപ്പൻ നായർ മുതൽ ഇങ്ങോട്ട് ക്യാരക്ടർ അങ്ങനെ ലിമിറ്റ് ചെയ്തില്ല. മാർക്കോയിലാണെങ്കിലും പെട്ടെന്ന് നമ്മൾ ഇങ്ങനെ ഒരു ആക്ടർ ഇത് ചെയ്യുമോ, നമ്മൾ പറയില്ല നമ്മുടെ ഒരു ഇമേജ് എന്നൊക്കെ പറയുന്ന ഒരു പൊതുസമൂഹത്തിലെ പ്രതിച്ഛായൊക്കെ പല സമയത്ത് ആളുകൾ കൺസിഡർ ചെയ്യായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നത് ഒരു ആക്ടറും അങ്ങനെ കൺസിഡർ ചെയ്യുന്നില്ല പ്രധാനപ്പെട്ട നല്ല റോളുകൾ ചെയ്യുന്നതെന്ന് പറയുന്നത്. ജഗദീഷേട്ടനും അങ്ങനെ ഏതോ ഘട്ടത്തിൽ അങ്ങനെ അതിർത്തി നേരത്തെ വെച്ചിരുന്നോ, ഇപ്പം അങ്ങനെ അതിർത്തി ഇല്ലാതെ പോകുന്നതായിട്ട് കാണുന്നുണ്ട്? അല്ല, നേരത്തെ പറഞ്ഞത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതായത് പ്രേക്ഷകരിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. പണ്ട് ക്യാപ്റ്റൻ രാജു വളരെ വിഷമിച്ച് നമ്മളോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അമ്മച്ചിയുടെ കല്ലറ തൊട്ട് ഞാൻ സത്യം ചെയ്ത് നെഗറ്റീവ് ചെയ്യില്ല. അത് നമ്മളൊക്കെ ചിരിച്ചു. അതെന്താ ക്യാപ്റ്റൻ അങ്ങനെ? ഞാൻ ചെയ്യില്ല ജഗദീഷേ, ഞാൻ ചെയ്യില്ല, എൻ്റെ അമ്മച്ചിയെ കൊണ്ട് സത്യം ചെയ്ത് പറഞ്ഞു. അത്രയ്ക്ക് ദേഷ്യമാണ് എൻ്റെ അടുത്ത് ആൾക്കാർക്ക്. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. ഇന്ന് മാർക്കോയുടെ പെർഫോമൻസ് കണ്ടിട്ട് ലേഡീസ് ആണ് ഗംഭീരമായിട്ടുണ്ടെന്ന് പറയുന്നത്. ക്യാരക്ടറാണെന്നുള്ള അറിയാം, ആ ക്യാരക്ടറാണെന്ന്. പിന്നെ മാത്രമല്ല, ഈ പറയുന്ന വില്ലൻ വേഷം ചെയ്താണ് പലപ്പോഴും പലരും നായകന്മാരായിട്ടുള്ളത്. രജനീകാന്ത് ക്രൂരനായിട്ട് അല്ലേ, എത്രയോ പടം, മോഹൻലാല്, ശത്രുഘ്നൻ സിൻഹ, അങ്ങനെയുള്ളവർ വന്നിട്ട് നായകന്മാരായ കഥകളുമുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ആ വില്ലന് ചെയ്യുന്നതുകൊണ്ട് മാത്രം അയാൾ വില്ലനായിട്ട് ജനം കാണില്ല എന്നുള്ള ആ പേഴ്സണൽ ഇയാൾ അത്രക്കാരനാണ് എന്ന് ചിന്തിക്കുന്ന ആ കാലം ഒരിക്കലും ഇല്ല. നല്ലത് പെർഫോമൻസ് നല്ലതാണെങ്കിൽ ജനം അപ്രീഷിയേറ്റ് ചെയ്യും. പെർഫോമൻസ് ഇനിയിപ്പോൾ നമ്മൾ വില്ലനല്ല, ഏറ്റവും നല്ലവനായിട്ട് ചിത്രീകരിച്ചിരുന്നാലും മോശം പെർഫോമൻസ് ആണ്, ഒരു കാര്യമില്ല. നല്ലവനായിട്ട് ചെയ്തു പക്ഷെ പരമ കുറവായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഏതിലും നമ്മൾ ആ റോളിന് നീതി പുലർത്തുക എന്നുള്ളതാണ് നമ്മുടെ, അതിനുവേണ്ടിയുള്ള എഫേർട്സ് എടുക്കുക. ചാക്കോച്ചന് ഞാനും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ എഫേർട്സ് എടുത്തുകൊണ്ടിരിക്കുക. ഈ എഫേർട്സിന് ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള റെസ്പോൺസ് എപ്പോഴും കിട്ടിയെന്ന് വരില്ല, ചിലപ്പോൾ ഡിസർവിങ് ആയിട്ടുള്ളത് പോലും കിട്ടിയില്ലെന്ന് വരും. ചില ക്രിട്ടിക്സ് നമുക്ക് അവരോട് ദേഷ്യം തന്നിട്ടില്ല, അവർ വിചാരിക്കുന്നു അതത്ര ഇനിയും പെർഫെക്റ്റ് ആക്കാനുണ്ട്, അത് ജഗദീഷ് കുറച്ചുകൂടെ നന്നാക്കാമായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ അതൊരു ചലഞ്ചായിട്ട് എടുക്കുക. ശരി അടുത്ത് നന്നാക്കാം. പേഴ്സണലായിട്ട് നമ്മളോട് പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലർ ഒരാൾ വളരെ ഇഷ്ടപ്പെട്ടു എന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ വളരെ മോശം എന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വേറൊരാൾ വന്നിട്ട്, അപ്പം ഞാൻ പറയും ഓക്കെ തീർച്ചയായിട്ടും കറക്റ്റ്, അടുത്തല്ലേ കറക്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ അടുത്ത ആൾ വന്ന് ആ റോളിനെ കുറിച്ച് നല്ലത് പറയുമ്പോൾ ഞാൻ ഇദ്ദേഹത്തെ ഒന്ന് നോക്കും. അപ്പോൾ അദ്ദേഹം അല്ല ഞാൻ മോശമെന്നല്ല പറഞ്ഞു കേട്ടോ തിരുത്തും. അതാണ് എൻ്റെ ഒരു കാര്യം. അപ്പോൾ ആൾക്കാർ പല രീതിയിലുള്ളവരാണ്, അവർക്ക് നമ്മൾ ചെയ്തെല്ലാം അതേ രീതിയിൽ. പക്ഷേ അവിടെ ഞാൻ അവകാശപ്പെടുന്നത് എല്ലാത്തിലും കൂട്ടുപിടിക്കാണെന്ന് വിചാരിക്കണ്ട. ഞങ്ങൾ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, ഞങ്ങളുടെ എഫേർട്സ് സിൻസിയറാണ്.
അത് മാത്രമേ ഞങ്ങൾക്ക് പറയാം. അവിടെ ഞങ്ങൾ ഉഴപ്പി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വിഷമമുണ്ട്. ജഗദീഷ് ഉഴപ്പി, ജഗദീഷ് പരമാവധി ശ്രമിച്ചു, എന്നിട്ട് ശരിയായില്ലെന്ന് പറഞ്ഞാൽ വലിയ വിഷമം തോന്നില്ല. ജഗദീഷ് അത് ഉഴപ്പി, ജഗദീഷ് അത് പിന്നെ എഫേർട്സ് എടുത്തില്ല എന്നൊരു ആരോപണം വരാൻ പാടില്ല. അങ്ങനെ അതിനുള്ളൊരു സാഹചര്യം ഞാൻ ഒരുക്കില്ല. കാരണം നമ്മൾ വളരെ സിൻസിയറായിട്ട് അതെന്ത് ചെയ്യാൻ പറ്റും, എങ്ങനെ ചെയ്യട്ടെ, എത്ര ടേക്കിന് വേണമെങ്കിൽ റെഡിയാണ്, എത്ര ഡിസ്കസ് ചെയ്യാൻ വേണമെങ്കിൽ റെഡിയാണ്. അതിനെല്ലാം നമുക്കിതൊരു സന്തോഷം കിട്ടുന്ന കാര്യമാണ്. ഒരു ക്യാമ്പസ്, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു ക്യാമ്പസാണ് അഭിനയം എന്ന് പറയുന്നത്. ആ ക്യാമ്പസിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഗോൾഡൻ പീരീഡ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കോളേജ് ലൈഫാണ്. ആ കോളേജ് ലൈഫാണ് ഓരോ സെറ്റും. അവിടെ അധ്യാപകർ നമ്മുടെ അടുത്ത് ഒരു കാര്യം ഏൽപ്പിക്കുമ്പോൾ നമുക്ക് ചെയ്ത് കഴിയുമ്പോൾ അധ്യാപകൻ കൊള്ളാമെന്ന് പറയുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമല്ലേ, അത് തന്നെയാണ് ഇന്ന്. അപ്പോൾ അതിൽ ഓഡിയൻസായിട്ട് സ്റ്റുഡൻസ് ഇരുന്ന് അവർ നൽകിയിട്ടുള്ള മാരിയോൺസ് കോളേജിൽ എൻ്റെ വിദ്യാർത്ഥികൾ നൽകിയിട്ടുള്ള ഒരു പ്രോത്സാഹനമാണ് എനിക്ക് പിന്നെ കലാരംഗത്ത് കോൺഫിഡൻസ് തന്നിട്ടുള്ളത്. അതേപോലെയാണ് ഇന്ന് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വേഷങ്ങൾ കൊള്ളാമെന്നും നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ എടുത്തു പറയുമ്പോൾ തീർച്ചയായിട്ടും സന്തോഷമുണ്ട്, അതില്ലെന്ന് പറയുന്നില്ല. അത് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ നമുക്ക് ഏൽപ്പിക്കുകയാണ്. ഇനിയും നന്നാക്കണം. ഓരോന്നും കഴിയുമ്പോൾ ഇതിപ്പോൾ ഏതുപോലെയെന്ന് വെച്ചിരുന്നാൽ റൊട്ടിയടി മത്സരം പോലെ, അല്ലെങ്കിൽ ഹൈ ജമ്പ് മത്സരം പോലെയാണ്. ആദ്യം ഇതെടുത്ത് ചാടിയപ്പം വീണ്ടും കുറച്ചുകൂടെ എടുത്ത് പൊക്കി വയ്ക്കും. ഇത് എവിടം വരെ നമുക്ക് ചാടാൻ പറ്റുന്ന ഒരു ലിമിറ്റില്ലേ, അത് എടുത്തിങ്ങനെ പൊക്കി വയ്ക്കും. അപ്പോൾ ഓരോന്നും ഇങ്ങനെ പൊക്കി വയ്ക്കുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് കൂടുതൽ ചാടാൻ ശ്രമിക്കും. റൊട്ടിയടി ആണെങ്കിൽ റൊട്ടി വീണ്ടും ഇങ്ങനെ പൊക്കി ഇങ്ങനെ വയ്ക്കുകയാണ്. അപ്പോൾ നമുക്ക് പ്രേക്ഷകരെയോ അല്ലെ ക്രിറ്റിക്സിനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അവരിങ്ങനെ ടാർഗറ്റ് കൂടുതൽ മുകളിലോട്ട് എടുത്ത് വെക്കും. അതിനനുസരിച്ച് നമ്മൾ ശ്രമിച്ചോട്ടേ ഇരിക്കാം, നോക്കാം. ഈ ജഗദീഷേട്ടൻ പറഞ്ഞതിൽ ചിട്ടയുടെ കാര്യത്തിൽ ഈ സിനിമയെ പ്രൊഫഷണൽ സമീപിക്കുന്നതിൽ സമാനതയുള്ള രണ്ടുപേരാണ് നിങ്ങൾ. അപ്പോൾ ഈ പറഞ്ഞ ഒരേ എഫേർട്ട് പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് ചിലപ്പം വലിയ ഹിറ്റായ സിനിമയേക്കാൾ പിന്നെ എഫേർട്ട് കൂടുതൽ എടുത്തിട്ടുള്ളൊരു സിനിമ ചിലപ്പോൾ തിയേറ്ററിൽ സക്സസ് ആവാം, തൊട്ടടുത്ത്. അതായത് വിജയപരാജയം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഫ്ലക്ച്വേറ്റിംഗ് ആണല്ലോ. പേഴ്സണലി ആ കാര്യത്തിലെല്ലാം വളരെ റിലാക്സ്ഡ് ആയിട്ട് ബാലൻസ് ചെയ്ത് പോകുന്ന ഒരാളാണോ ചാക്കോച്ചൻ? ഒരു പരിധി വരെ. കാരണം അത് ഒരു പരിധി കൂടുതൽ നമ്മൾ മനസ്സിലോട്ട് കയറ്റി കഴിഞ്ഞാൽ പിന്നെ മുമ്പോട്ടുള്ള യാത്ര കുറച്ച് പാടായിരിക്കും. അപ്പോൾ അത് പറ്റിയിട്ടുള്ള പിഴവുകൾ എവിടെയൊക്കെയാണ് എന്നുള്ളത് ഒരു പരിധി വരെ അടുത്ത സിനിമയിൽ മറികടക്കാനായിട്ട് അല്ലെങ്കിൽ ഉണ്ടാവാതിരിക്കാനുള്ള ശ്രമങ്ങൾ ബോധപൂർവം ചെയ്യാറുണ്ട്. പക്ഷേ ഞാൻ ഈ ഒരു പ്രോസസ്സിലും അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ള ടീമിലും കൂടുതൽ വിശ്വസിക്കുന്ന ആളാണ്. ഒരു സംവിധായകൻ അല്ലെങ്കിൽ ഒരു തിരക്കഥാകൃത്ത് വന്ന കഥ പറയുമ്പോൾ അത് എന്നേക്കാൾ കൂടുതൽ അവർക്ക് ബോധ്യമുണ്ടാവണം എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ ഞാൻ ആ കഥാപാത്രം ഏത് രീതിയിൽ കൺസീവ് ചെയ്ത് ഏത് രീതിയിൽ പ്രസൻറ്റ് ചെയ്യാനായിട്ട് വരുന്നു, അതല്ല വേണ്ടത് എന്ന് അവർക്ക് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ അവർ പറയുന്ന തിരുത്തലുകൾക്ക് ഞാൻ വിധേയനാവണം എല്ലാ അർത്ഥത്തിലും. അത് ഫിസിക്കൽ അപ്പിയറൻസിലാണെങ്കിലും അല്ലെങ്കിൽ പെർഫോമൻസിൻ്റെ കാര്യങ്ങളാണെങ്കിലും ചെയ്യുന്ന മീറ്ററിലാണെങ്കിലും എല്ലാ രീതിയിലും ആ ഒരു രീതിയിൽ നമ്മൾ അവരോട് കൂടെ നിൽക്കുന്ന ആളായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു സിനിമ പരാജയപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഒരു കഥാപാത്രം നമ്മൾ ഏറ്റവും 100%, 110% എഫേർട്ട് എടുത്തിട്ട് ചെയ്തിട്ടും അതിനുള്ളൊരു കിട്ടേണ്ട ഒരു അക്സെപ്റ്റൻസ് അല്ലെങ്കിൽ അപ്രീസിയേഷൻ കിട്ടിയില്ലെങ്കിൽ അതെൻ്റെ മാത്രം തെറ്റാണ് അല്ലെങ്കിൽ എൻ്റെ മാത്രം കുഴപ്പമാണെന്ന് ഞാൻ ഒരിക്കലും വിചാരിക്കാറില്ല. അത് ഞാൻ പകർത്തു കൊടുക്കും. അത് ക്രിറ്റിസിസം ആണെങ്കിലും അപ്രീസിയേഷൻ ആണെങ്കിലും അത് തന്നെയാണ്. അല്ല, അതിന് വേറെ പോസിറ്റീവ് ഉണ്ട്. കാരണം നമ്മളത് ഒരാൾ ഷോൾഡർ ചെയ്യുന്നു, അല്ലെങ്കിൽ അവർ കാരണം ഇതിങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞതിന് പകരം നമ്മളൊന്നിച്ച് പരാജയപ്പെട്ടു, നമ്മളൊന്നിച്ച് വിജയിച്ചു. പക്ഷേ ഒരു പരാജയം സംഭവിക്കുമ്പോൾ അത് ഞാൻ മാത്രമല്ല അയാളും കൂടെ ആണ് എന്ന് ഞാൻ പറയാറില്ല. അത് ഞാൻ പറയാറില്ല. ഹരിഹർ നഗറിൽ ഞാൻ പറഞ്ഞല്ലേ, ഞാൻ മാത്രമല്ല അങ്ങനെ ഞാൻ പറയാറില്ല. പക്ഷെ അതൊരു ഒരു ടീം എഫേർട്ടാണ്. അല്ലാതെ ഒരാളുടെ മാത്രം, ഒരു ഡയറക്ടറിന്റെ മാത്രമോ അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റ് റൈറ്ററിന്റെ മാത്രമോ ഒരു ആക്ടറിന്റെ മാത്രമോ ഒരു ഇത് റിസൾട്ട് അല്ല അതിൻ്റെ ഒരു വിജയം അല്ലെങ്കിൽ പരാജയം എന്ന് പറയുന്നത്. അപ്പോൾ അത് സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും പകുത്തു കൊടുക്കുക. സങ്കടം പകുത്തു കൊടുക്കുകയാണെങ്കിൽ അതൊന്ന് കുറഞ്ഞു കിട്ടും, സന്തോഷം പകുത്തു കൊടുക്കുകയാണെങ്കിൽ അത് ഇരട്ടിയായിട്ട് നമുക്ക് ലഭിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ ദാറ്റ് കീപ്സ് മീ ഗോയിങ് ഓൺ. ഒരു കാര്യം കൂടി ഇപ്പം ഇതിൻ്റെ ഇടയിൽ ചോദിക്കാനുള്ളത്, ഇപ്പം ഹരീഷ്ണൻസിന് ശേഷം മമ്മൂട്ടി മോഹൻലാൽ കോമ്പിനേഷനിൽ വരുന്ന പടമാണ്. മഹേഷ് എന്ന് പറയുന്ന ഏറ്റവും പ്രിയപ്പെട്ട ചാക്കോച്ചൻ്റെ സുഹൃത്തു കൂടിയാണത് ചെയ്യുന്നത്. അതിൻ്റെ ഇനീഷ്യൽ ഷെഡ്യൂൾ തന്നെ ഉണ്ടായതാണ്. അതിപ്പം മോഹൻലാൽ, മമ്മൂട്ടി, ചാക്കോച്ചൻ, ഫഹദ് എന്ന രീതിയിലുള്ളൊരു കോമ്പിനേഷനാണ് വർക്ക് ചെയ്യുന്നത്. ആ സിനിമയെക്കുറിച്ച് ഈ ഘട്ടത്തിൽ എന്താണെന്ന് പറയാവുന്നത്? ഒന്നും പറയാനില്ല എന്നുള്ളതാണ്. കാരണം അത്
പറഞ്ഞാൽ പോർഷൻ അത് അഭിനയിച്ച് ചെറുതായി പോകുന്നുള്ളതാണ് ആ. എന്റെ പ്രശ്നം. കാരണം അത് ചാക്കോച്ചന്റെ അങ്ങനെ- പോർഷൻ തീർന്നാണോ? ഇല്ലില്ല, എന്റെ ഇല്ല. ജസ്റ്റ് തുടങ്ങിയിട്ടുള്ളൂ. എന്റെ തുടങ്ങിയുള്ളൂ. മേജർ പോർഷൻസിന് വരാൻ പോകുന്നേ ഉള്ളൂ, ചെയ്യാൻ കിടക്കുന്നേ ഉള്ളൂ. കാരണം ഞാനിപ്പം രതീഷ് പൊതുവാളിന്റെ ഒരു സിനിമ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ ഉടനെ മഹേഷ് ഫുൾ ഓൺ, മഹേഷിന്റെ ലാലേട്ടൻ, മമ്മൂക്ക, ലാലേട്ടൻ, ഫഹദ്, ഞാൻ പടത്തിലോട്ട് എനിക്ക് കയറും. പക്ഷെ അതിൽ എനിക്ക് ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ മലയാള സിനിമയിൽ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിൽ അല്ലെങ്കിൽ ലോക സിനിമയിൽ തന്നെ ഏറ്റവും മികച്ച അഭിനേതാക്കളുടെ കൂടെ ഒരുമിച്ച് സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്നുള്ളൊരു ഭാഗ്യമുണ്ട്. അത് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ലാലേട്ടനാണെങ്കിലും അല്ലെങ്കിൽ ഫഹദാണെങ്കിലും നമുക്കറിയാം പാച്ചിക്ക കൊണ്ടുവന്നിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. മമ്മൂക്ക സിനിമയിലാണെങ്കിലും അല്ലാതെ ആണെങ്കിലും ഏറ്റവും അടുത്തുള്ളൊരു സുഹൃത്തെന്നോ അല്ലെങ്കിൽ ഒരു വഴികാട്ടിയെന്നോ എനിക്ക് പറയാൻ പറ്റുന്നൊരു വ്യക്തിയാണ്. മഹേഷ് ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുടെ ഒരാളാണ്. അപ്പം അങ്ങനത്തെ ഒരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത് അത് മലയാള സിനിമയുടെ ഏറ്റവും മികച്ച ഒരു ബെഞ്ച് മാർക്ക് ഫിലിമായിട്ട് മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. നമ്മുടെ ഈ സംഭാഷണത്തിൻ്റെ ഒരു ക്ലോഷർ, ഒരു വൈൻഡ് അപ്പ് നോട്ടായിട്ട് എന്താണ് ഓഫീസറിനെ കുറിച്ച് അവസാനമായിട്ട് ജതീഷറിൽ നിന്ന് തുടങ്ങി? അല്ല, ഓഫീസർ എന്ന് പറയുന്ന ഒരു നല്ല മൂവി കാണുമ്പോൾ പ്രേക്ഷകന് ഒരു തൃപ്തി ഉണ്ടാകും. ആ തൃപ്തി തരുന്ന ഒരു പടമായിരിക്കും. പിന്നെ പോലീസ് ഓഫീസേഴ്സിൻ്റെ പല കഥകളും വന്നിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഒരു ചുവട് പിടിച്ചിട്ടുള്ള ഒരു പോലീസ് ഓഫീസർ സ്റ്റോറി അല്ല, പോലീസ് സ്റ്റോറി അല്ല, ഡിഫറെൻ്റാണ്. ഇതിനകത്ത് ഇമോഷൻസിനും ത്രില്ലിനും എന്താ പറയുക, സ്നേഹത്തിനും വാത്സല്യത്തിനും എല്ലാം ഈക്വൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. ആ ഇമ്പോർട്ടൻസ് പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന രീതിയിലാണ്, അല്ലാതെ ഒരു എന്താ പറയുക ഒരു ഉപദേശ രൂപേണ അല്ല ഒന്നും പറയുന്നത്. ഗ്രിപ്പിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ആ സ്റ്റോറി ഇതിൻ്റെ പിന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ നായകൻ വിജയിച്ച് കാണണമെന്ന് നമ്മൾ ആഗ്രഹിച്ചു പോകും. അതാണ് ഈ പടത്തിൻ്റെ ക്രക്സ് എന്ന് പറയുന്നത്. നായകൻ വിജയിക്കണം. നായകൻ വിജയിച്ചാലേ നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നതിന് അർത്ഥമുള്ളൂ എന്നുള്ളത്. ആ നായകൻ വിജയിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ള പടം കണ്ടിട്ട് നിങ്ങൾക്ക് പറയാം. രണ്ടാൾക്കും താങ്ക് യു. താങ്ക് യു വെരി മച്ച്. മികച്ച രീതിയിൽ മുന്നേറട്ടെ. താങ്ക് യു.